മകളെയും 2 കൊച്ചുമക്കളെയും കാണാനെത്തിയ വൃദ്ധനായ പിതാവിനെ മരുമകൻ അധിക്ഷേപിച്ചിറക്കി വിട്ടു. പിന്നാലെ മകളെ ക്രൂരമായി മർദ്ദിച്ചു. വിവരമറിഞ്ഞ് വൃദ്ധൻ കുഴഞ്ഞു വീണ് മരിച്ചു. യുവതി ഭർത്താവിനാൽ നിരന്തരം ആക്രമിക്കപ്പെട്ടിരുന്നെങ്കിലും പോലീസിൽ പരാതി നൽകിയിട്ട് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന മർദ്ദനത്തിലും പരാതി നൽകിയിരുന്നു. എന്നിട്ടും പോലീസ് നടപടിയെടുത്തില്ല. അസ്വാഭാവിക മരണമെന്ന് മാത്രം എഴുതി കേസൊതുക്കാൻ ശ്രമിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ കൊടും ക്രൂരതയും നീതി നിഷേധവും നടന്നത്. 75 വയസ്സുള്ള വിമുക്തഭടനായ ഗോപാലനാണ് മരുമകൻ പൊതുജനമധ്യത്തിൽ വെച്ച് അശ്ലീലം പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടതിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചത്. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള മകൾ ദിവ്യയുടെ ബ്യൂട്ടി പാർലറിൽ എത്തിയതായിരുന്നു ഗോപാലൻ. 2 കൊച്ചുമക്കളെയും കണ്ട് ദിവ്യയുമായി സംസാരിച്ചു നിൽക്കുകയാണ് ദിവ്യയുടെ ഭർത്താവ് വിനീഷ് എത്തിയതും ഗോപാലനോട് കയർത്ത് സംസാരിച്ച് അശ്ലീലം പറഞ്ഞ് സ്ഥലത്തു നിന്ന് ആട്ടി പറഞ്ഞു വിട്ടതും. വഴക്കിനിടയിൽ ഇടപെട്ട് പിടിച്ചുമാറ്റിയ ദിവ്യയെ വിനീഷ് സംഭവത്തിന് പിന്നാലെ സ്ഥാപനത്തിന്റെ സൈഡിലുള്ള ഗോവേണിപ്പടിയിലേക്ക് പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് ഗോപാലൻ കുഴഞ്ഞു വീണ് മരണപ്പെടുകയായിരുന്നു. വിനീഷിന്റെ സ്വഭാവ ദൂഷ്യം കാരണം ഇരുവരും അത്ര സ്വരച്ചേർച്ചയിലല്ലായിരുന്നു. അകന്നു കഴിയുകയായിരുന്ന വിനീഷ് പലപ്പോഴും ദിവ്യയെ മർദ്ദിക്കാറുണ്ടായിരുന്നു. ഒരു തവണ ദിവ്യയുടെ സ്കൂട്ടർ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും ശ്രമിച്ചു. ദിവ്യയുടെ സ്ഥാപനത്തിന്റെ 50 മീറ്റർ മാറിയുള്ള പോലീസ് സ്റ്റേഷനിൽ പലതവണ പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ല എന്ന് ദിവ്യ പറയുന്നു. ഒടുവിലത്തെ മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടുകൊണ്ടാണ് ദിവ്യ ഈ കൊടും ക്രൂരതയും ഇതിലെ പോലീസ് അലംഭാവവും തുറന്നു കാണിച്ചിരിക്കുന്നത്. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. Safa Gold and Diamonds, different by design.